ദുരന്തങ്ങളെ അതിജീവിച്ചത് മാത്രമല്ല, ജനങ്ങൾ അങ്ങനെ ഏൽപ്പിച്ച LDFനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ലക്ഷ്യം 3-ാം പിണറായി സർക്കാർ. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികത്തിന് തിരിതെളിച്ച് മുഖ്യമന്ത്രി. റോഡ് വികസനം എടുത്തുപറഞ്ഞ ഉദ്ഘാടന പ്രസംഗം. കേന്ദ്രത്തിന് കുറ്റപ്പെടുത്തൽ. ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ക്ഷാമകാലത്തെ ആഘോഷം ധൂർത്തെന്ന് ആക്ഷേപം. ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സുപ്രീം കോർട്ട് ഇടപെടൽ. അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുനമ്പം പ്രശ്നപരിഹാരം അട്ടിമറിക്കുന്നത് പ്രതിപക്ഷമെന്ന് BJP. തടസ്സം സുപ്രീം കോടതിയിലെ പ്രതിപക്ഷത്തിന്റെ കേസുകൾ. സമരസമിതിയുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഉടനുണ്ടാകില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. രാജീവിന്റെ നേതൃത്വത്തിൽ BJPയുടെ വികസിത കേരളം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാൻ പോലീസ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയെ ചോദ്യം ചെയ്യും. ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുക. തെളിവ് ശേഖരിച്ച ശേഷം അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. ഷൈൻ്റെയും വിൻസിയുടെയും മൊഴിയെടുക്കാൻ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിലെ പ്രതി സുകാന്തിനെ കണ്ടെത്താനാവാത്ത പോലീസ്. പൂട്ടിക്കിടന്ന മലപ്പുറത്തെ വീടിന്റെ പൂട്ട് തകർത്ത് പോലീസ് പരിശോധന. ഹാർഡ് ഡിസ്കും പാസ്ബുക്കും കണ്ടെത്തി. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ. കർണാടക മുൻ DGP ഓം പ്രകാശിന്റെ കൊലപാതകം സ്വത്തിനെ ചൊല്ലി. കൊന്നത് ഭാര്യ പല്ലവി തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസ്. മക്കളെയും ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ. SFIO തുടർ നടപടികൾ തടയണമെന്ന് CMRLന്റെ ആവശ്യം. അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയും ഇന്ന് പരിഗണനയ്ക്ക് വന്നേക്കും.